ഇപ്പൊ നമ്മുടെ മിങ്ങും എങ്ങനെയൊക്കെ ഷാൻഷായെ പേടിപ്പിക്കാൻ വേണ്ടി കുറെ പ്ലാനിങ്ങിന് ചെയ്യും. എടാ ഒരു പാർട്ടി എടുത്ത് അവളുടെ ഫ്രണ്ടിൽ കൊണ്ട് കാണിച്ചാൽ അവൾ പേടിച്ച് നിലവിളിക്കത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവന്മാരെല്ലാം അയ്യേ എന്തൊരു ഓൾഡ് ഐഡിയ ആടാ. എന്നിന് അവന്മാരെല്ലാം മിങ് പറയുന്നതെല്ലാം ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവസാനം അവനും എനിക്കെല്ലാം മനസ്സിലായടാ, നിങ്ങളൊക്കെ അവളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്കൊരു വിലയും തരുന്നില്ല. എന്നിനെ മൊത്തത്തിൽ അവനും പ്ലാൻ ഫ്ലോപ്പ് ചെയ്യും. അതേസമയം ക്ലാസ്സിൽ വെച്ച് പ്രൊഫസർ എല്ലാവരോടും ബനാന എടുത്ത് കൈ വെച്ചിട്ട് ഗായ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനുള്ള ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്നറിയാം എന്നിനെ പ്രൊഫസറും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ചെന്ന ചാടി എഴുന്നേറ്റ് സാർ എനിക്കറിയാം, ഞങ്ങൾക്ക് ഇതിന്റെ കൃഷിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ഇതുവരെ കേൾക്കാത്ത ഒരു വെറൈറ്റി സാധനം നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരാം. എന്നിനെ പ്രൊഫസറിനെയും ആ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും വിളിച്ചോണ്ട് പോയിട്ട് ഇതാ നോക്കിക്കോ, നമ്മൾ ഫ്രഷ് ആയിട്ട് ബനാന അയച്ചിട്ട് തറയിട്ട അത് ചവിട്ടി നമ്മൾ വീഴത്തില്ല, കാരണം അതിനത്ര കപ്പാസിറ്റി ഇല്ല, ഉണങ്ങിപ്പോയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചവിട്ടിയ തെന്നരിച്ച് വീഴുന്നത്. എന്നിന് അവനൊരു പുതിയ മെത്തേഡ് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അവരും വിശ്വസിച്ച് ക്ലാപ്പ് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ആ വഴി കൂടെ വരുന്ന F4 ഇത് കണ്ടിട്ട് എടാ മിങ് ഈ ന്യൂട്രീഷൻ കോഴ്സ് പഠിക്കുന്നതെല്ലാം ഹാപ്പി ആയിട്ട് എൻജോയ് ആണല്ലേ, പോരാത്തിന്റെ ഷാൻഷായുടെ ക്ലാസ് അവന്മാര് കാണിക്കുന്നുണ്ട്, അതേ കണക്ക് അവള് വീണ്ടും നിന്നെ ചവിട്ടിയിടും തോന്നല്ല. എന്നിട്ട് അവന്മാരെ വീണ്ടും കളിയാക്കുമ്പോൾ ഇത് കേട്ട് മിങ്ങും ദേഷ്യപ്പെട്ട് ഇവെല്ലാം അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഷാൻഷായും അവളുടെ കൂട്ടുകാർ ജിയാങ്ങിന്റെ കൂടെ ടീ ഷോപ്പിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ അവൾക്ക് ഹുവയോടുള്ള ഇഷ്ടമെല്ലാം തുറന്നു പറയും. അപ്പോഴാണ് ഇത് കേട്ട് ജിയാങ്ങും ഇടി ഷാൻഷായി F4 എല്ലാവരും മോശമായ വ്യക്തി എന്നല്ലേ നീ പറഞ്ഞ, പിന്നെങ്ങനെ ആ ഹുവയെ മാത്രം നിനക്ക് ഇഷ്ടപ്പെട്ട? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് F4 അവൻ മാത്രം കുറച്ച് വെറൈറ്റിയാ. എന്നിട്ട് അവനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഹുവയും ആനും കൂടെ അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് അവരുടെയും ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹുവയും അവന് കുടിക്കാൻ വേണ്ടി കോഫി ഓർഡർ ചെയ്യും. അപ്പൊ ഇത് കേട്ടോടെ നമ്മുടെ ഷാൻഷായ് സന്തോഷത്തി കോഫി തന്നെ ഓർഡർ ചെയ്ത, ഇവിടുത്തെ ബെസ്റ്റ് മിൽക്ക് ടീയാ, ഞാൻ അത് എടുക്കട്ടെ. എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും ഇവിടുത്തെ ബെസ്റ്റ് ആണെങ്കിൽ എങ്കിൽ പിന്നെ അത് കൊണ്ടോ. എന്നിട്ട് ഇവർ രണ്ടും കൂടെ അവർക്ക് വേണ്ടി മിൽക്ക് ടീ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ജിയാങ് സന്തോഷത്തി എടി ഇവനല്ലേ ഹുവ, കണ്ടപ്പോഴേ മനസ്സിലായി അവനെക്കാൾ എന്തോ ലുക്ക. എന്നിട്ട് ഇവർ രണ്ടും കൂടെ അവനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അതിനെ ഷാവുമാരും ആ മിൽക്ക് ടീ വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇപ്പൊ അടുത്ത ദിവസം ഷാൻഷായും കോളേജിന്റെ മുകളിൽ ഹുവ കാണുമെന്ന് വിചാരിച്ച് അവിടെ പോകുമ്പോഴാണ് അവിടെ ഒരു മാപ്പ് കാണുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും ഇതേതാ സ്ഥലം, ഞാൻ പഠിച്ചത് വലിയ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നോക്കട്ടെ, ഇതിന്റെ ലോങ്റ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്നിന് അവൾ ഓരോന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഹുവ വന്നിട്ട് ഇത് പാരീസാ, അതായത് പാരീസിൽ നിന്ന് ഇവിടേക്ക് വരെയുള്ള ഡിസ്റ്റൻസ് 7 മണിക്കൂർന്ന് അതിനകത്ത് ഇട്ടേക്കുന്നത്, എങ്ങനെയൊക്കെ ടൈം പെട്ടെന്ന് പോയാൽ മതി. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും അതിനിപ്പോ എന്തോ, എന്റെ ക്ലാസ്സിൽ ഒരു പെങ്കുച്ചിന്റെ പേര് ടൈമാ, അവളെ പോകാൻ പറഞ്ഞ സമയം പോകത്തില്ല. എന്നിന് അവളും പറയുമ്പോൾ ഒരു നോട്ടം നോക്കും. അപ്പോഴാണ് അവളും ഇല്ല അല്ലേ ഞാൻ ചുമ്മാ ജോക്ക് അടിച്ച്. എന്നിന് അവളും പറയുമ്പോൾ അവനും ചിരിച്ചിട്ട് നീ ഒരു വെറൈറ്റി ബീസ് തന്നെ. എന്നിന് ഇവരുടെ സംസാരിച്ചതിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഷാൻഷായുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 2-3 പെമ്പിള്ളേരും ഇവളിങ്ങനെ ഹൂവായിട്ട് ക്ലോസ് ആയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേശീയത്തെ അടുത്തേക്ക് വിളിക്കും. അങ്ങനെ അവരെ കണ്ട് ഷാൻഷാ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവരും പറയുന്നത് ഷാൻഷായ് നീ വന്നപ്പോ തൊട്ട് F4 എല്ലാവരായിട്ട് ക്ലോസ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ നീ ഹൂവായിട്ട് ഒരുമിച്ച് പോകുന്നു. ഞങ്ങൾക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു സത്യം പറയാം, നിനക്ക് ഹൂവെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ അവന്റെ പുറകെ നീ ഇങ്ങനെ പോകുന്ന വേസ്റ്റാ, കാരണം അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവള് പാരീസിൽ നിന്ന് നാളെ നാട്ടിലേക്ക് വരും, അവളെ ഇവിടുത്തെ ഒരു പ്രിൻസസ്, അതുകൊണ്ട് നീ ഇങ്ങനെ പുറകെ നടന്ന് വെറുതെ ഹേട്ടാകണ്ട. എന്നിന് അവളുമാരും പറഞ്ഞോടെ ഇത് കേട്ട് ഷാൻഷായ് അവന് ഗേൾ ഫ്രണ്ട് ഉള്ളത് ആലോചിച്ച് അപ്സെറ്റ് ആകും. അങ്ങനെ അതിനുശേഷം ഷാൻഷായും ക്ലാസ്സിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ മിങ്ങും നടന്നുകൊണ്ട് അവൾ നോക്കും. പക്ഷെ ഷാൻഷായ് മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോഴാണ് അവനും തടഞ്ഞു നിർത്തിയിട്ട് ഷാൻഷായ് ഇവിടെ ഒരുത്തം പോകുന്നുണ്ടല്ലേ, കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നു. എന്നിന് അവനും ചോദിക്കുമ്പോൾ അവൾ അവന്റെ തല കണ്ടിട്ട് നിന്റെ പൈനാപ്പിൾ ഹെയർ സ്റ്റൈൽ എല്ലാം മാറ്റി ഡീസന്റ് ആയല്ല. എന്നിന് അവൾ പറയും. അപ്പോഴാണ് അവനും നീ എന്നെ പൈനാപ്പിൾ തലയെന്ന് വിളിച്ചോണ്ടെന്നല്ല ഞാൻ എന്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയ, എനിക്ക് തന്നെ തോന്നി മാറ്റണമെന്ന്, ഇതെങ്ങനെയുണ്ട് കാണാൻ ലുക്കല്ല. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും മുമ്പത്തെക്കാൾ ഇപ്പോഴാണ് നിന്നെ കാണാൻ ലുക്ക്, പക്ഷെ ഞാൻ നിന്നെ ചുമ്മാ കളിയാക്കിയതേ ഉള്ളു, ഞാൻ പറഞ്ഞോണ്ട് നീ ഇങ്ങനെ മാറ്റും ഞാൻ വിചാരിച്ചില്ല. എന്നിന് അവളും പറയുമ്പോൾ ഇത് കേട്ട അവനും ആര് പറഞ്ഞു നീ പറഞ്ഞോണ്ടാ ഞാൻ മാറ്റിയെന്ന്, ഇത് ഞാനായിട്ട് എടുത്ത ഡിസിഷനാ. അതിന് അവന് ഓരോ കള്ളം പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം ചെന്ന അവിടേക്ക് വന്ന് ഷാൻഷായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ടെൻഷന് അവൻ അവിടെ നിൽക്കുമ്പോഴാണ് F4 ബോയ്സും ജിൻ വന്ന കാര്യം അറിഞ്ഞ് അവനെ വിളിക്കും. അങ്ങനെ ആരാ ജിന്നെന്ന് നമ്മുടെ ഷാൻഷായും കൺഫ്യൂസ് ആയി നോക്കുമ്പോഴാണ് ആ ജിൻ വേറെ ആരുമല്ല നമ്മുടെ ഹുവ സ്നേഹിക്കുന്ന പെണ്ണാണ്, അതായത് അവന്റെ ഗേൾ ഫ്രണ്ട്. അങ്ങനെ അവളെ കണ്ട സന്തോഷത്തിൽ ഇവരെല്ലാം ഒരു വാം വെൽക്കം ചെയ്യുമ്പം നമ്മുടെ ഹുവ മാത്രം ഒറ്റയ്ക്ക് മാറി നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് അവനെ ഹഗ് ചെയ്തിട്ട് ഹുവ ഞാൻ നിന്നെ കുറെ മിസ് ചെയ്ത്, നീ എന്നെ മിസ് ചെയ്താണെന്ന് എനിക്കറിയാം. എന്നിന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷാൻഷായ് അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ഷാൻഷായും അവർ രണ്ടിങ്ങനെ ക്ലോസ് ആയിരിക്കുന്നുണ്ട്. അവളിങ്ങനെ മനസ്സിൽ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഷാൻഷായ് നിനക്ക് ചേരുന്നവനല്ല അവൻ നിന്റെ സീനിയറാ, അതുകൊണ്ട് എല്ലാം മറന്നിട്ട് പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കും. എന്നതിന് തന്നെ സംസാരിച്ചിട്ട് അവൾ അകത്തേക്ക് കയറുമ്പോഴാണ് അവളെ കണ്ട് ചെന്നടുത്തേക്ക് വന്ന് ഷാൻഷായ് നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ, ഇന്ന് എന്റെ ചെലവാ. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും ചെലവൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്നിന് ഇവരുടെ നടന്നു പോകുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇവരുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ മിങ് വന്നിട്ട് ഷാൻഷായ് എനിക്ക് ഇതിനോട് സംസാരിക്കണം. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് ചെന്ന സന്തോഷത്തോടെ എനിക്കും സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ മിങ് എന്നിന് അവനും വരുമ്പം മിങ് അവനെ പിടിച്ച് മാറ്റിയിട്ട് ഷാൻഷായ് ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന്. എന്നിന് അവനും പറയുമ്പോഴാണ് ഷാൻഷായും നീ വിളിച്ചാൽ ഞാൻ നിന്നെ വരണം, എനിക്കൊന്നും നിന്നോട് സംസാരിക്കാൻ മൂടില്ല. എന്നിന് അവനെ അവോയ്ഡ് ചെയ്തിട്ട് അവൾ ചെന്നായിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരണ്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിരുന്ന് ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരെ കണ്ട് നമ്മുടെ മിങ്ങും ജലസാവുന്നത്. അതിനുശേഷം അവനും ഷാൻഷായുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളേരോട് ലേഡീസ് നിങ്ങൾ
ക്ലാസ്സിലെ ചെൻ ഫ്രഷായ പഴത്തോലിട്ട വീഴത്തില്ലെന്നല്ലേ പറഞ്ഞ, അതൊക്കെ അവന്റെ തള്ള, വേണം നിങ്ങൾ തന്നെ നേരിട്ട് വയ്ക്കുക. എന്നിട്ട് അവനും ചെൻ വരുന്നുണ്ട് തറയിലേക്ക് ഇടുമ്പോഴാണ് കറക്റ്റ് അവൻ അതീ ചവിട്ടി തെന്നിയടിച്ച് വീഴുന്നത്. ഇത് കണ്ട് അവരെല്ലാരും കൂടെ ചിരിക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ലോക്കറിൽ നിന്ന് ബുക്സ് ഒക്കെ എടുക്കാൻ നോക്കുമ്പോഴാണ് ചെന്നിന്റെ ലോക്കറി ജോക്കർ കാർഡ് ഉള്ളത്. അപ്പൊ ഇത് കണ്ട് ഷാൻഷായും ദേഷ്യത്തി, ഓ അവനെ ഞാൻ ചുമ്മാ നടത്തില്ല, വന്ന് ഇപ്പൊ എന്നല്ലേ എന്റെ കൂട്ടുകാരും ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയ. എന്നിട്ട് അവളും ചൂടാകുമ്പം ഇത് കണ്ട് ചെന്നും, ഷാൻഷായി നീ സമാനപ്പെട്, എനിക്ക് അവന്മാരായിട്ട് ചലഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇപ്പഴേ എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടിയ. ഇതിന് അവനും പറയുമ്പോഴാണ് അവളും, എടാ നീ അതിങ്ങ് എടുത്ത്, അവന്മാരായിട്ടൊക്കെ നീ നിന്നെ ചലഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് അവന്റെ കാർഡ് വാങ്ങിച്ച് നേരെ മിങ്ങിനെ കാണാൻ പോകും. നിനക്ക് എന്നോടല്ല പ്രശ്നം, വെറുതെ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. എന്നിട്ട് അവൾ ദേഷ്യപ്പെടും. അപ്പോഴാണ് അവനും, ഷാൻഷായി ഞാൻ നിന്നോട് സമാധാനത്തിലല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ നീയാ എന്നെ മൈൻഡ് ചെയ്യാതെ അവന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരുന്നത്. അവനെന്തോ അത്രയ്ക്കും വലിയ ആളാണ്, സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വന്നവനല്ല. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട്, അവൻ ഗ്രാമത്തിൽ നിന്ന് വന്നാലും എനിക്ക് അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറെ അധികം ഞാൻ സന്തോഷപ്പെടും. എന്നിട്ട് ഇവ രണ്ടു ഞങ്ങൾ തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് തെറ്റായ സമയത്ത് നമ്മുടെ ചെന്ന അവിടെ പാലും കൊണ്ടുവന്നിട്ട്, മിങ് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന്, താങ്ക്സ് ഫോർ ദ ജോക്കർ കാർഡ്. എന്നിട്ട് അവനും പറയുമ്പം ദേഷ്യത്തിരുന്ന് മിങ്ങും അതെടുത്ത് അവന്റെ ഫേസിനകത്ത് തന്നെ തട്ടിയിട്ടിട്ട്, എടുത്തോണ്ട് പോടാ നിന്റെ അമ്മൂമ്മയുടെ പാല്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരെല്ലാം ഇങ്ങനെ ക്ലാസ് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചെന്ന അവന്റെ മൊബൈൽ അടിച്ചിട്ട്, ഷാൻഷായി അവന്മാർ ഗെയിമിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് തിങ്കളാഴ്ച, എങ്ങനെയൊക്കെ പോയി ജയിക്കണം, എന്നിട്ട് തന്നെ അവരുടെ ഫ്രണ്ട്സ് ആവാൻ. എന്നിട്ട് അവന് സന്തോഷത്തിരിക്കുമ്പോൾ ഇത് കണ്ട് ഷാൻഷാ അവനോട്, എടാ ഞങ്ങളൊന്നും വരത്തില്ല, ഇറങ്ങി പോടാ. എന്നിട്ട് അവൾ വോയിസ് മെസ്സേജ് അയച്ചു വിടും. അതിനുശേഷം ഇവരുടെ ചാലഞ്ചിന് സമ്മതം എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോഴാണ് മിങ് ഈ കാര്യം ഗ്രൂപ്പിനകത്ത് സെൻഡ് ചെയ്യും. അങ്ങനെ കാണുന്നവരെല്ലാരും, ഓച്ചൻ നിനക്ക് F1 ചാലഞ്ച് ചെയ്യാൻ പേടിയാണോടാ. എന്നിട്ട് അവെല്ലാം സംസാരിച്ചോണ്ടുപോകും. അപ്പോഴാണ് അവർ ഈ ഗ്രൂപ്പിലെ മെസ്സേജ് ഉണ്ട് നമ്മുടെ ഷാൻഷയും ദേഷ്യപ്പെട്ട്, പക്ഷെ ഇവനെ കണ്ട ആർക്കാ പേടി. എന്നിട്ട് ഇവരുടെയും കൂടെ ആ ദേശത്തി ക്യാൻറ്റീൻ ചെന്ന് ഫുഡ് കഴിക്കും. അപ്പോഴാണ് അവിടെ നമ്മുടെ മിങ്ങുള്ള കാര്യം അറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കാതെ കഴിച്ചോണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും അവൻ നോക്കുമ്പോൾ നമ്മുടെ മിങ് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരാൻ നോക്കും. അവരാണ് ഇത് കണ്ട് പേടിച്ച് ഷാൻഷയും തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ വേറെ ഒരാൾ ചെന്നിടിക്കും. അങ്ങനെ അവനും ദേഷ്യപ്പെട്ട്, എന്തോ മോളെ കണ്ണ് കാണാൻ വയ്യ. എന്നിട്ട് അവരും വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ചെന്ന അവളെ സഹായിക്കാൻ വരുമ്പോഴാണ് പെട്ടെന്ന് മിങ് അടുത്തേക്ക് വന്നിട്ട്, ഷാൻഷായി നിന്റെ ഗ്രാമത്തിലെ കൂട്ടുകാരനോട് ടൈം സ്പെൻഡ് ചെയ്ത കുറെ അധികം സന്തോഷപ്പെടുന്നു പറഞ്ഞില്ല, ഇതായിരുന്നു ആ സന്തോഷം. എന്നിട്ട് അവളായിട്ട് കളിയാക്കുമ്പോൾ ഇത് കണ്ട് ചെന്നും ദേഷ്യപ്പെട്ട്, മിങ് മതി നിർത്ത്. എന്നിട്ട് ഞാൻ പറയും. അപ്പോഴാണ് മിങ്ങും, ഷാൻഷായി നിനക്ക് ദേഷ്യം വരുന്നോ, എന്നെ അടിക്കണമെന്നുണ്ടോ, വീണ്ടും ഒന്ന് അടിച്ചേ ഞാൻ നോക്കട്ടെ. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ അടുത്തേക്ക് വന്നിട്ട് ഷാൻഷായി വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും പറഞ്ഞ്, അവളെ നീ എവിടെ വിളിച്ചോണ്ട് വന്ന്, ഇനി നിനക്ക് ഇവള് ഇഷ്ടമാണെന്നൊന്നും പറയല്ല. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ ഹുവയും, മിങ് നീ ഇപ്പൊ കുറച്ച് ഓവറായിട്ടാ പോന്നെ, മതി നിർത്ത്. എന്നിട്ട് അവളും വിളിച്ചോണ്ട് പോകാൻ നോക്കും. ഇത് കണ്ട് മിങ് അവളെ പോകാൻ സമ്മതിക്കാതെ, ഇപ്പൊ നീ അവള് വിളിച്ചോണ്ട് പോയാ പിന്നെ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടത്തില്ല. എന്നിട്ട് അവരുടെ തർക്കം ഉണ്ടാക്കുമ്പോ തന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഷാൻഷയും, നിങ്ങൾ രണ്ടുപേരുടെ കൈയൊന്നും ഇടാവോ, എനിക്ക് വേന എടുക്കുന്നത്. എന്നിട്ട് അവൾ പറയും. അപ്പൊ മിങ് അവന്റെ കയ്യും കൊടും. അതിനുശേഷം അവനെ ഹുവയെ കണ്ടിട്ട്, എടാ ഞാൻ അവസാനമായിട്ട് നിന്നോട് പറയാം, ഇപ്പൊ നീ ഇവളെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയാ പിന്നെ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടത്തില്ല. എന്നിട്ട് അവനും പറയുമ്പോ തന്നെ നമ്മുടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ മിങ്ങും ദേഷ്യത്തിരിക്കും. അങ്ങനെ ഇപ്പൊ ജിങ്ങും ഷാൻഷായുടെ ഡ്രസ്സ് ഫുൾ അഴുക്കായതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തെടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഷാൻഷായും, അയ്യോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇത് തന്നെ വാഷ് ചെയ്തെടുത്തോളാം. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ജിങ് അതൊന്നും കേൾക്കാതെ, ഷാൻഷായി പെണ്ണുങ്ങൾ എപ്പോഴും കാണാൻ ക്യൂട്ടായിരിക്കണം, അതുകൊണ്ട് ഞാൻ തരുന്ന ഈ ഡ്രസ്സും ഷൂ നീ തന്നെ വെച്ചോ, ഇതെന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കുക. എന്നിങ്ങനെ അവൾക്ക് അത് കൊടുത്തിട്ട് ഷാൻഷായി നീറ്റായിട്ട് പുറത്ത് പറഞ്ഞേക്കും. അപ്പോഴാണ് ചെന്ന അവളെ കണ്ട്, ഷാൻഷായി നിന്റെ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്തില്ല. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഞാൻ ആ ജിങ്ങിനോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന്, പക്ഷെ അവരെന്നെ കമ്പൽ ചെയ്തിടാൻ പറഞ്ഞു, ഇതിന്റെ എല്ലാം കാരണം ആ മിങ്ങ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ചെന്നും, ഷാൻഷായി നീ ഒന്നും വിഷമിക്കണ്ട, ആ F4 നമുക്ക് ജോക്കർ കാർഡ് തന്നിട്ടില്ല, അതും കൊണ്ട് നമുക്ക് അവരെ ചലഞ്ച് ചെയ്യാം, ഞാൻ എങ്ങനെ അവരെ പൊട്ടിക്കുന്നു നോക്കിയോ, പിന്നെ അവരെ കണ്ട ആർക്കും പേടി കാണത്തില്ല. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് ഷാൻഷായും, എടാ നീ ഒന്നും ചലഞ്ച് ചെയ്യണ്ട, അവന്മാരെ കത്ത് നല്ലമാരൊന്നുമില്ല, അതുകൊണ്ട് നീ ഒന്നും ചലഞ്ച് ചെയ്യണ്ട. എന്നിട്ട് അവൾ പറയുമ്പം ഇതൊന്നും കേൾക്കാതെ അവനും, ഷാൻഷായി നിനക്ക് എന്നെ വിശ്വാസമില്ല, നിനക്കറിയാലോ പണ്ട് തൊട്ട് എനിക്കും ഗെയിംസിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്, അവന്മാര് പൊട്ടിക്കണം, നീ അത് എന്നെ വിശ്വസിക്കും. എന്നിട്ട് ഇവരുടെ സംസാരം നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഷാൻഷായും പെട്ടെന്ന് ബോധം കിട്ട് അവിടെ തന്നെ വീഴുന്നത്. ഇത് കണ്ട് ചെന്നും പേടിച്ച് അടുത്തുള്ളവരോടൊക്കെ സഹായം ചോദിക്കും. അതിനുശേഷം ഷാൻഷായി ഇപ്പം പനി പിടിച്ച് വീട്ടിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അച്ഛനമ്മയും കൂടെ അവളെ കാണാൻ വേണ്ടി ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് ഷാൻഷായും, അതാരാമേ ലീ ആണോ അല്ലെ ചെന്നാണോ, അവൻ ഇപ്പൊ വന്നിട്ട് പോയതല്ലേ ഉള്ളു. എന്നിട്ട് അവളും പോയി നോക്കുമ്പോഴാണ് വന്നേക്കുന്നത് നമ്മുടെ മിങ്. അവനെ കണ്ടതോടെ ഷാൻഷായുടെ അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെടും. മോനെ നിന്നെ കാണാൻ എത്ര ഹാൻസമാ, ഇത്ര നീളമുള്ള ഒരുത്തൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതൊരു എൻ്റർ ആയിട്ടേ ഇല്ല. എന്നിട്ട് അവരൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഷാൻഷാ അവനെ കണ്ട് ദേഷ്യപ്പെട്ട്, എടാ നീ നിന്നാണ് ഇപ്പൊ ഇവിടെ അമ്മേ ഇവനൊക്കെ ഇതിനകത്ത് കിട്ടിയ. എന്നിട്ട് അവൾ ചൂടാകുമ്പോഴാണ് അമ്മയും, മോളെ ഇവൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നിനക്ക് പനി വന്നോണ്ട് അവൻ കാണാൻ വന്നില്ലേ, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുമ്പോഴാണ് ഷാൻഷായും, അമ്മേ എനിക്ക് പനി വരാനുള്ള പ്രധാന കാരണം ഇവനാ, ഈ മിങ്ങാണ് എന്റെ ശല്യം. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് അച്ഛനമ്മ ഷോക്കായി, എന്തുവാ മിങ്ങോ, നമ്മുടെ നാട്ടിൽ വലിയ ബിസിനസ് വുമന്റെ മകനല്ലേ ഇവൻ. എന്നിട്ട് അവരുടെ ഇംപ്രസ് ആയിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. കൂടാതെ ഫാളിംഗ് ഇൻ ടു സ്മൈലിലും ആർസണൽ മിലിറ്ററി അക്കാഡമിയിലും ആക്ട് ചെയ്ത നമ്മുടെ നടന്റെ പുതിയ ഡ്രാമ ഇറങ്ങിയിട്ടുണ്ട്, ഷീ ആൻഡ് ഹെർ പെർഫെക്റ്റ് ഹസ്ബൻഡ്. പക്ഷേ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ
ഡ്രാമയുടെ ലിങ്ക് കൊടുത്തേക്കാം, പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇറങ്ങിയ ഒരു പുതിയ ഡ്രാമയാണ്. സോ കാണാത്തെല്ലാം കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.